തുടർന്നുള്ള അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും. നമ്മളവിടെ വായിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുര്യമാനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രസോൺ, മുന്നോട്ട് പോകുക, മുന്നോട്ടായുക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവവചനം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മലയാളം ആരാധനയിൽ ഇവിടെ നമ്മൾ വായിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറയുകയുണ്ടായി, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു കണക്കെടുപ്പ് നടത്തി. തൻ്റെ ആത്മീക ജീവിതത്തെക്കുറിച്ച് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് താൻ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്, ഒരു ഓഡിറ്റ് നടത്തുകയാണ്. സ്തോത്രം. അങ്ങനെ ഓഡിറ്റ് നടത്തി വന്നപ്പോൾ തനിക്ക് മനസ്സിലായി, ഹല്ലേലൂയ, തൻ്റെ ലാഭം എന്ന് പറയുന്നത്, സ്തോത്രം, ഒറ്റ ബിന്ദുവിൽ ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയും തൻ്റെ നഷ്ടങ്ങൾ ധാരാളമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് പ്ലൂറൽ ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് നഷ്ടങ്ങൾ, എണ്ണി പറയാനുള്ള നഷ്ടങ്ങൾ ഉണ്ടായി തനിക്ക്. എന്നാൽ തനിക്ക് ലാഭം എന്താ? ഒറ്റ കാര്യം, അത് ക്രിസ്തു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ആണ് തൻ്റെ ലാഭമെന്ന് താൻ ആ കണക്കെടുപ്പിൽ താൻ നമ്മോട് പറയുകയാണ് അവിടെ. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത്. അത്രയുമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞത് കൂടാതെ എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുകയാണ്. എനിക്ക് ലാഭമെന്ന് ഞാൻ കരുതിയതൊക്കെ, എനിക്ക് ശ്രേഷ്ഠമെന്ന് ഞാൻ കരുതിയതൊക്കെ, എനിക്ക് ഗുണമെന്ന് ഞാൻ കരുതിയതൊക്കെ, എനിക്ക് നന്മയെന്ന് ഞാൻ കരുതിയതൊക്കെ നഷ്ടമെന്നെണ്ണിക്കൊണ്ട്, സ്തോത്രം, ഒറ്റ കാര്യം ലാഭമായി താൻ കാണുന്ന ആ ഒരു പശ്ചാത്തലമാണ് നമ്മൾ ചിന്തിച്ചത്. ഇത്രയൊക്കെ കാര്യങ്ങൾ താൻ പറയുന്നത് മുന്നോട്ടായാൻ വേണ്ടിയ എനർജിയെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, മുന്നോട്ടായണമെങ്കിൽ വെറുതെ പറയുന്നത് കൊണ്ട് നമുക്ക് മുന്നോട്ടാകാൻ പറ്റത്തില്ല. അതിന് നമുക്ക് ഊർജ്ജം ആവശ്യമാണ്, അതിന് നമുക്ക് ശക്തി ആവശ്യമാണ്. നാം എല്ലാവരും വാഹനം ഓടിക്കുന്നു. വാഹനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അതിനകത്ത് ഒരു പവർ ഉണ്ടായിരിക്കണം, ഒരു പവർ സോഴ്സ് ഉണ്ടായിരിക്കണം. അത് ഡീസലാകാം, പെട്രോളാകാം, ഹൈബ്രിഡ് ബാറ്ററി പവറാകാം, എന്തുമാകാം. ബട്ട് പവർ ഇല്ലാതെ ഒരു വാഹനത്തിന് ഒരണുവിട ചലിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ തനതായ ശൈലിയിൽ തള്ളിമാറ്റം, കുറേയൊക്കെ തള്ളിക്കൊണ്ട് പോകാം. പക്ഷേ ഇവിടുന്ന് ലണ്ടന് പോകുമ്പോൾ നമ്മളാരും വണ്ടി തള്ളാറില്ല. തള്ളുമോ? ഇല്ല. എന്നാൽ പെട്രോൾ ലാഭിക്കാന്ന് പറഞ്ഞ് 2-3 പേര് കൂടി തള്ളി ലണ്ടന് കൊണ്ടുപോകുന്ന അത്ര മടയന്മാരല്ല. അപ്പം ദൂരയാത്രക്കൊന്നും തള്ളപ്പരിപാടി നടക്കത്തില്ല. ഈ തള്ളലൊക്കെ ഒരല്പസമയത്തേക്ക്. പക്ഷെ ലോങ് റണ്ണിൽ ഇതൊന്നും ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. കാരണം എന്താണെന്നറിയാമോ? പൗലോസ് പറയുകയാണ്, ഈ തള്ളൽ കൊണ്ടും ഈ ചെരിവ് കൊണ്ടും ഒന്നുമല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ മുൻപിൽ ഒരുവനുണ്ട്, അവൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. എന്നിട്ട് താൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസ നിമിത്തം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. സ്തോത്രം. അപ്പം പൗലോസ് അവിടെ കൊണ്ട് നിർത്തുകയല്ല. ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒക്കെ കണക്കെടുത്തിട്ട് താൻ അവിടെ കൊണ്ട് നിർത്തുകയല്ല. താൻ വീണ്ടും ചിന്തിക്കുകയാണ്, ഈ ക്രിസ്തുവിൽ ഉണ്ടായ നേട്ടങ്ങൾ. സ്തോത്രം. ഈ നേട്ടം എന്താണ്? ഇത് തന്നെ സംബന്ധിച്ചിടത്തോളം ആത്മീക നേട്ടമാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ ബെനിഫിറ്റ്. ഞാൻ പറഞ്ഞത്, അപ്പം തണുപ്പിൻ്റെ കാഠിന്യം നമുക്കറിയാം എത്ര വലുതാണെന്ന്. നമ്മൾ ആദ്യം വായിക്കുന്ന എന്താ? പുതപ്പ. പൗലോസിന് ഈ പുതപ്പ് പോലും ഇല്ലായിരുന്നു. താൻ തീമോത്തിയോസിനോട് 2 തീമോത്തിയോസ് താൻ എടുത്തു പറയുന്നു, തീമോത്തിയോസെ, മോനെ, നീ വരുമ്പോൾ എൻ്റെ പുതപ്പും ചർമ്മലിഖിതങ്ങളും ആകെ കൂടെ ഉള്ള സ്വത്തെന്ന് പറയാൻ അതാണ്. എന്താ? കുറേ തുകലിൽ എഴുതിയ കുറേ എഴുത്തുകൾ, തൻ്റെ കൈയെഴുത്തുകൾ, കുറേ തനിക്ക് തൻ്റെ അനുഭവങ്ങൾ എഴുതി കൂട്ടി വെച്ച കുറേ ലേഖനങ്ങൾ അവിടെയുണ്ട്. അതും എൻ്റെ ചർമ്മലിഖിതങ്ങളും എൻ്റെ പുതപ്പും
നീ കൊണ്ടുപോരണം ഈ ശീതകാലം കഴിക്കുവാൻ. ഈ കാരാഗ്രഹത്തിനകത്ത്, ഈ റോമൻ ഇരുട്ടുമുറിക്കകത്ത്, ഹല്ലേലൂയ, ആ പാറയിൽ വെട്ടിയ ഇരുട്ടുമുറിക്കകത്തുകൂടെ, ആ ചെറിയ ഒരു ഹോളിനകത്തുകൂടെ ഇട്ടുകൊടുക്കുന്ന അപ്പ കഷ്ണങ്ങളല്ലാതെ ഇത് എന്നോടൊപ്പം ഇത് മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം നേടിയത് ഒന്നുമില്ല. നഷ്ടങ്ങളുടെ വലിയൊരു കൂമ്പാരമുണ്ട്, പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നുണ്ട്. എന്താണെന്നറിയാമോ? അവനെക്കുറിച്ചുള്ള അറിവിൻ്റെ പരിജ്ഞാനം. സ്തോത്രം. ഞാൻ ഈ പദം വായിച്ചപ്പോൾ അത് ഇംഗ്ലീഷിൽ അത് കുറച്ചും കൂടെ എന്താ, ആ 9-ാം വാക്യം ഇംഗ്ലീഷിൽ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ. ഐ മേ ഗെയിൻ ക്രൈസ്റ്റ് ആൻഡ് ബി ഫൗണ്ട് ഇൻ ഹിം. ഇതാണ് പൗലോസിന്റെ ചിന്ത. എന്താ? ഞാൻ അവനിൽ കാണണം. മലയാളത്തിൽ അതുണ്ട്, പക്ഷേ അത് ഏറ്റവും അവസാനമാണ് കൊടുത്തേക്കുന്നത്. അതായത് അവനിൽ ഇരിക്കേണ്ടതിനും. എന്നാൽ ആ ഇരിക്കുക എന്നുള്ളതിനെക്കാട്ടിൽ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ അത് ടേസ്റ്റ് ഉള്ള മീനിങ്ങാണ്. ഐ മേ ബി ഫൗണ്ട് ഇൻ ഹിം. ഞാൻ അവനിൽ കാണപ്പെടുക. സ്തോത്രം. പൗലോസിന്റെ പ്രസക്തമായ ചിന്തകളിൽ ഒന്നാണ് ഇൻ ക്രൈസ്റ്റ്. എഫേസ്യ ലേഖനം മുഴുവൻ ക്രിസ്തുവിൽ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. എഫേസ്യ ലേഖനത്തിന്റെ കാതലായ വിഷയം പൗലോസിന്റെ തനത് ഭാഷയിൽ താൻ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞു വന്നിട്ടെല്ലാം പറയുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ ഇരിക്കേണ്ടതിനും, ക്രിസ്തുവിൽ ഞാൻ ആകേണ്ടതിനും, ക്രിസ്തുവിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടതിനും, ക്രിസ്തുവിൽ ഞാൻ സ്തോത്രം ചെയ്യേണ്ടതിനും, ക്രിസ്തുവിൽ ഞാൻ പാടേണ്ടതിനും, ക്രിസ്തുവിനെ പുകഴ്ത്തേണ്ടതിനും, എവറിത്തിങ് ഈസ് ഇൻ ക്രൈസ്റ്റ്. സുവിശേഷ യാത്രയിൽ ക്രിസ്തുവിനെ മാറ്റിയിട്ട് ഒരു പരിപാടി നടക്കത്തില്ല, ഒരു കാര്യവും നടക്കത്തില്ല. എന്താണെങ്കിലും ഇറ്റ് ഷുഡ് ബി വിത്ത് ഹിം, ഇൻ ഹിം, ആൻഡ് അവനിൽ ഇരിക്കേണ്ടതിന്. അപ്പം ഇവിടെ പൗലോസ് പറയുകയാണ് ബി ഫൗണ്ട് ഇൻ ഹിം. ഇതാണ് നമ്മളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം വേണ്ടിയ ആവശ്യമുള്ള കാര്യം. ഇനി അവനിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത വാക്യം വായിച്ച ശിവസിസ്റ്റർ 9-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി. അവിടെ കണ്ടോ? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും, അല്ലെങ്കിൽ ഐ വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ ഹിം. ഞാൻ ഇരിക്കണമെങ്കിൽ, അവനിൽ കാണപ്പെടണമെങ്കിൽ എന്തു വേണം? എന്നിട്ട് പറയാണ് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, പിന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പം നിങ്ങൾ 2 കാര്യങ്ങൾ, 10 കമാൻഡ്മെന്റ്സ് കർത്താവ് യേശു ക്രിസ്തു കാച്ചിക്കുറുക്കി നക്ഷലിലാക്കി ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് 2 ചെയ്താൽ മതി. ഒന്നെന്താ? ലവ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ മൈൻഡ്, വിത്ത് ഓൾ യുവർ സോൾ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവ് കൊണ്ടും പൂർണ്ണ ശക്തി കൊണ്ടും പൂർണ്ണ ഹൃദയം കൊണ്ടും ആരാധിക്കുക. 2, ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. നിന്റെ കൂട്ടു സഹോദരനെ, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഇത് 2 നട്ഷലിനകത്ത് നമുക്ക് തന്നിരിക്കുക. വളരെ ഈസിയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിന്റെ സ്വന്തം നീതി എന്നൊന്നും പറയുന്നത് ഇറ്റ്സ് നോട്ട് മച്ച് ആപ്ലിക്കബിൾ ടു അസ്. പക്ഷേ അതവിടെ അതിന് ഇപ്പോൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ, ഞാൻ മുൻപ് പറഞ്ഞത് പരീക്ഷ ഭക്തി. താൻ പരീക്ഷനായിരുന്നു, തന്നെക്കാൾ നീതിമാൻ ഇല്ലെന്ന് താൻ ചിന്തിച്ചിരുന്നു, ധരിച്ചിരുന്നു. മേളിലുള്ള കാര്യങ്ങളിൽ അത് താൻ വളരെ പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ ഒരു മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു കാര്യം ചെയ്തില്ലെന്ന് പറയത്തില്ല. അത്രമാത്രം വിശുദ്ധനായി. ഇന്നത്തെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ പരിശുദ്ധനായിരുന്നു. അതാ പൗലോസ് പറഞ്ഞേ. പക്ഷെ ഇവിടെ പറയുകയാണ് ന്യായപ്രമാണത്തിൽ എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും ഐ വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ ഹിം. ക്രിസ്തുവിൽ ഇരിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ക്രിസ്തു തരുന്ന നീതി അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ സിമ്പിളായിട്ട് പറയാം, നമ്മളിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ എന്തോ ആണ് കർത്താവിന് വേണ്ടി ചെയ്യുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്യുമ്പോഴെല്ലാം ചെയ്യുന്നത് എന്തിനു, ആർക്ക് വേണ്ടിയാ? പറച്ചിൽ മൊത്തം കർത്താവിന് വേണ്ടിയാ. ഇതിനെയാണ് സ്വന്തം നീതി എന്ന് പറയുന്നത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. പൗലോസ് പറയാണ്, ഞാൻ അവന് വേണ്ടി എന്ത് ചെയ്തുവെന്നോ,
ഞാൻ അവന് വേണ്ടി ഇന്നലെ എന്ത് ചെയ്തെന്നോ, ഇന്ന് എന്ത് ചെയ്യുന്നെന്നോ, നാളെ എന്ത് ചെയ്യുമെന്നോ, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നീതീകരണം എനിക്ക് വേണ്ട. പറഞ്ഞ മനസ്സിലായോ? ക്രിസ്തുവിനെ അറിഞ്ഞാലുള്ള ഗുണമായത്. അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അത് ഇങ്ങനാവും. ഇന്നലെ ഞാൻ അവന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇറ്റ് ഡസന്റ് മാറ്റർ. ഇന്ന് അവന് വേണ്ടി ഞാൻ പലതും ചെയ്യുന്നു, that also does not matter. I don't know, tomorrow I may do a lot of things for God. പക്ഷെ ഇതുകൊണ്ടൊന്നും അവിടെ ചെല്ലാൻ പറ്റത്തില്ല. വായിച്ചേ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങൾ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗ. ആരാ പറഞ്ഞത്? യേശു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പാട്ടുപാടിയവരും പ്രസംഗിച്ചവനോ അന്യഭാഷ പറഞ്ഞവനും കർത്താവേ എന്നൊക്കെ വിളിച്ചു നടന്ന പുള്ളികൾ പലരും അവിടെ കാണത്തില്ലെന്ന് ചുരുക്കം. സ്വയനീതിയിൽ ദൈവത്തിന് വേണ്ടി പലതും ചെയ്തെന്ന അഭിമാനത്തോടെ പറഞ്ഞ പലരെയും അന്ന് അവിടെ കാണത്തില്ലെന്ന് കർത്താവ് പറയുന്നു. അടുത്ത വാക്യം. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. കണ്ടോ, അന്ന് ഒത്തിരി പേര് വന്ന് പറയും, കർത്താവേ ഞങ്ങൾ എന്തോ ചെയ്തു? ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു, ഭൂതം പുറത്താക്കി, പിന്നെ നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സൗഖ്യങ്ങളൊക്കെ നടത്തി. ഇതെല്ലാം ഒത്തിരി പേര് വന്ന് മുട്ടിയിട്ട് പറയും, തുറക്കണം, ഡു യു നോട്ട് നോ മീ? അല്ല, കർത്താവിന് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞ് ചെയ്തതാ, പക്ഷേ അതിനെ വിളിച്ച പേരാണ് സ്വയനീതി. പൗലോസ് പറയുന്നു, ആ സ്വയനീതി കൊണ്ട് ഞാൻ അവന് വേണ്ടി എന്ത് ചെയ്തു, ഇന്നലെ എന്ത് ചെയ്തു, ഇന്ന് എന്ത് ചെയ്യുന്നു, നാളെ എന്ത് ചെയ്യും, ഇത് വെച്ചൊന്നും ദൈവത്തിന്റെ സന്നിധിയിലെത്താൻ ഐ കനോട്ട് ബി ഫൗണ്ട് ഇൻ ഹിം ബിക്കോസ് ഓഫ് ദിസ്. ഈ കാര്യങ്ങൾ കൊണ്ട് അവനിൽ കാണപ്പെടാൻ, അവനിൽ ഇരിക്കാൻ, അവനിൽ ഞാൻ ആകുവാൻ കഴിയുകയില്ല. പിന്നെ എന്ത് വേണമെന്നറിയാമോ? അടുത്ത വാക്യത്തിൽ പൗലോസ് പറയാണ്, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസ നിമിത്തം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്, എന്ന് പറഞ്ഞാൽ നോട്ട് വാട്ട് ഐ ഡിഡ് ഫോർ ഗോഡ്, ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നല്ല, അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. പ്രൈസ് ഗോഡ്. അതാ വിഷയം. അവൻ എനിക്ക് വേണ്ടി ചെയ്തതിൽ ഇന്ന് പകൽ ഞാനും നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ? ഒരു ക്രിസ്ത്യാനിയാണെന്നതിൽ, ഒരു ദൈവ പൈതലാണെന്നതിൽ എനിക്കും നിങ്ങൾക്കും അഭിമാനമുണ്ടോ എന്ന ചോദ്യം. സഭയ്ക്കകത്ത് വരുമ്പോൾ നമുക്കെല്ലാം അഭിമാനിക്കാം. ഇവിടെ നമുക്കെല്ലാം കുഴപ്പമൊന്നുമില്ല, ഇവിടെ നമ്മളെ പോലുള്ളവരാ എല്ലാവരും. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ ജോലി സ്ഥലത്ത് ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയാൻ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ എന്നുള്ളതാ ചോദ്യം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊരു ദൈവ പൈതലാണെന്ന് വുഡ് യു ബി ഏബിൾ ടു ഐഡന്റിഫൈ യുവർസെൽഫ് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഇൻ എ സെക്യുലർ പ്ലേസ്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്കൂളിൽ ഞാനൊരു ബിലീവർ ആണെന്ന്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് തൻ്റെ ഇടത്തോടെ അഭിമാനം കൊള്ളാൻ കഴിയുമെങ്കിൽ അതാണ് ഇവിടെ പൗലോസ് പറയുന്ന ദൈവത്തിൽ നിന്നുള്ള നീതി, വിശ്വാസം മൂലം. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ കർത്താവ് മരിച്ചോ, കർത്താവ് മരിച്ചില്ലയോ, കർത്താവ് ക്രൂശിലാണോ മരിച്ച്, അതോ കർത്താവിനെ അവര് എവിടെ കൊണ്ടുപോയി വെച്ചു, കല്ലറ വെച്ചോ, ഉയർത്തെഴുന്നേറ്റോ? ഇന്ന് ലോകം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് രാവിലെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്, ഹല്ലേലൂയ, കുരിശ് എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നാണക്കേടായിരുന്നവര്, അവർക്കത് നാണക്കേടിന്റെ സിമ്പലാണ്. ഒരു യഹൂദനും ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ രാജാവ് ക്രൂശേ മരിച്ചെന്ന് പറയാൻ അവൻ ഇഷ്ടപ്പെടത്തില്ല. അവനെ കൊണ്ടത് സാധ്യമല്ല. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞു, for the Jews it's a shame for them. അവർക്ക് ക്രൂശ് ഒരു നാണക്കേടിന്റെ പര്യായമാണ്, നാണക്കേടിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. മറിച്ച് ഗ്രീക്കുകാർക്കോ, ഹല്ലേലൂയ, സ്തോത്രം, അവർക്ക്, യവനന്മാർക്ക് ഈ ക്രൂശ് എന്ന് പറയുന്നത്
അധരമാണ്, ഫൂളിഷ്നെസ് ആണ്. അവരുടെ ഫിലോസഫിക്ക് മുൻപിൽ ഈ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിന് വിലയില്ല എന്നവർ ചിന്തിച്ചു. എന്നാൽ അഭിഷേകം പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച അപ്പോസ്തലന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ക്രിസ്തു. അതായിരുന്നു അവരുടെ പ്രസംഗ വിഷയം. സ്തോത്രം. ഇവിടെ പറയാണ് ഈ വിശ്വാസം, അതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നമ്മൾ എങ്ങനെ മുറുകെ പിടിക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്രിസ്തുവിൽ കാണുമോ അതോ ക്രിസ്തുവിൽ നിന്ന് പുറത്ത് കാണുമോ എന്നുള്ളത് തീരുമാനം. സിമ്പിൾ ആസ് ദാറ്റ്. നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പം പരീശന്മാർക്ക് ഇത് മനസ്സിലാകത്തില്ല. യേശുവിൻ്റെ അടുത്ത് പരീശന്മാർ വന്നപ്പോഴെല്ലാം അവരുടെ പ്രശ്നം എന്താ? അവർ തങ്ങളെ നോക്കിയപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ മാർക്കറ്റിലോട്ട് ഇറങ്ങി നിന്ന് പ്രാർത്ഥിക്കും, ഉറക്ക പ്രാർത്ഥിക്കും. അവർ പിന്നെ വാക്യമൊക്കെ കെട്ടിത്തൂക്കി അവരുടെ മന്ത്രപ്പെട്ട ഇങ്ങനെ വലുതാക്കിക്കൊണ്ടേയിരിക്കും. ആത്മീയം കൂടുന്തോറും ഇത് കണ്ട കർത്താവ് അവരെ നിശിതമായി വിമർശിച്ചു. ഇവർക്കിത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ അവൻ വിമർശിക്കുമ്പോൾ അവർ കല്ലെടുക്കും ഇവനെ എറിയാൻ, അവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലാൻ ഇവർ ആഗ്രഹിച്ചു. എങ്ങനെയെങ്കിലും ഈ സാധനത്തെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ തക്കം പാർത്ത് നടക്കുന്ന അവൻ്റെ ശത്രുക്കൾ. പക്ഷേ ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ കർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ കർത്താവ് ഇവരെ നിശിതമായി വിമർശിച്ചു ഇവരുടെ പരീക്ഷ ഭക്തി കൊണ്ട്. ഇങ്ങനൊരു പാർട്ടിയായിരുന്നു, ഇങ്ങനൊരാളായിരുന്നു ആര്? പൗലോസ് പറയുക, അതെല്ലാം ഞാനങ്ങ് മാറ്റിവെച്ചു. ഇനിയും എന്താ? ഒരൊറ്റ കാര്യം, വിശ്വാസം. അവൻ എന്നെ നീതീകരിച്ചു. ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? യേശുവിൻ്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിച്ചു. എൻ്റെ സ്വന്തം നീതിയല്ല, എൻ്റെ സ്വന്തം പ്രയത്നമല്ല, എൻ്റെ കൈയുടെ മിടുക്കല്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മീകനായിരിക്കുന്നെങ്കിൽ ഈ ആത്മീക ജീവിതത്തിലൊരു അംഗമായി, ഈ സഭയുടെ അംഗമായി, ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, വീഴ്ചകളുടെ താഴ്ചകളുടെ മധ്യത്തിൽ ഇന്നും ഞാൻ നിൽക്കുന്നെങ്കിൽ അതിനൊരൊറ്റ മുഖാന്തരം, ഒരുവൻ മാത്രം. അത് ക്രിസ്തു എന്നിലേക്ക് പകർന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഐ മേ ബി ഫൗണ്ട് ഇൻ ഹിം. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം ക്രിസ്തുവിൽ കാണപ്പെടണം. We need to be in Christ. We need to be found in him. Hallelujah. സ്വയനീതി ഭയങ്കര അപകടമാണ്. അതാണല്ലോ ഏദൻ തോട്ടത്തിൽ നമ്മൾ ആദമിനോട് ഹവ്വയോടും പാപം ചെയ്തു കഴിഞ്ഞ് കർത്താവ് ദൈവം വന്ന് ചോദിച്ചു, നിങ്ങൾ ചെയ്തോ ചോദിച്ചപ്പോൾ ഹവ്വ പറഞ്ഞു, ഞാനല്ല ചെയ്തത്. ആദമിനോട് ചാര നിനക്ക് പഴം തന്നേ? ഹവ്വ തന്നു. ഹവ്വയോട് ചാര പഴം തന്നേ? പാമ്പ് തന്നു. കണ്ടോ, ഇതാണ് സ്വയനീതി. നമ്മളെല്ലാം ഇങ്ങനെ, ആരും ഞാൻ വേറൊരാളുടെ തലയിലിട്ടിട്ട് മാനുഷികമാണ്, സഹജമാണ്. പക്ഷേ ഇന്നു പകൽ ഞാൻ പറയാം, ദൈവത്തിൻ്റെ മുൻപ് ഇതേ ലോയാണ് ആത്മീയ ജീവിതത്തിൽ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത്. അതാ പൗലോസ് പറഞ്ഞത്, ദാറ്റ് ഈസ് ടു ഡേഞ്ചറസ്. സ്വയനീതി അല്ല, ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അളവുകോൽ വെച്ച് നമ്മളെ അളക്കുമ്പം. ഒരു വാക്യം കൂടെ വായിച്ചേ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. സർദീസിലെ സഭയോട് പറയാ, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നമുക്കറിയാം സഭ എല്ലാം കൂടെ തുടങ്ങിയിട്ട് 70 വർഷമായിട്ടുള്ളൂ. ഈ യോഹന്നാന് വെളിപ്പാട് കിട്ടുമ്പം ചർച്ച് ഈസ് ഓൺലി 60 to 70 years old. 60-70 വർഷത്തെ പഴക്കമേ ഉള്ളൂ സഭയ്ക്ക്. ഏത് സഭയാ? ഏഷ്യ മൈനറിലെ എണ്ണപ്പെടുന്ന സഭകൾ, എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്നിങ്ങനെ 7 സഭകൾക്ക്, കാതലായ കണ്ണായ 7 സഭകൾക്ക്, അവർ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റ് സമൂഹങ്ങൾക്ക് കർത്താവ് നേരിട്ട് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് പറയുക. യോഹന്നാനെ കൊണ്ട് എഴുതിക്കുന്നതേ ഉള്ളൂ, കർത്താവ് പറയുന്ന മൊത്തം. ഓരോ സഭകളെയും നമ്മൾ എടുത്തു പഠിച്ചാൽ എല്ലാ സഭകളോടും കഴിഞ്ഞ ദിവസം ബാവുച്ചാൻ പറഞ്ഞല്ലോ, കോമൺ ആയിട്ട് ഒറ്റ ദൂതേ ഉള്ളൂ, മാനസാന്തരപ്പെടുക. ബി റിപ്പന്റ് ഓഫ് യുവർ സിൻസ്, കം ബാക്ക് ടു ഗോഡ്. ഞാൻ പറഞ്ഞല്ലോ 70 വർഷമായിട്ടുള്ള സഭ ഉണ്ടായിട്ട്. സ്തോത്രം. എവിടെ നിന്നും പോയെന്നറിയാമോ? കർത്താവിൽ നിന്നും ദൂരെയായിപ്പോയി. കർത്താവ് ഇപ്പം പുറത്തും, ആൾക്കാരെല്ലാം അകത്തും. സ്തോത്രം. അതുകൊണ്ട് സർദീസിലെ സഭയോട് പറയാം, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക.
ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുള്ളതായി കണ്ടില്ല. ആര് പറയുന്നു? ക്രിസ്തു പറയുന്നു. യേശു കർത്താവ് പറയുകയാണ്, ഐ ഡിഡ് നോട്ട് സീ, ഞാൻ നിന്റെ പ്രവൃത്തിയെ കണ്ടില്ല നീതിയുള്ളതായിട്ട്. അതുകൊണ്ട് എന്താണെന്നറിയാമോ, സ്വയനീതി കൊണ്ട് ഇവർ വിചാരിച്ചു ഞാൻ സമ്പന്നൻ, ഒരു സഭ വിചാരിച്ചു ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടക്കുമ്പം മറ്റൊരു സഭ പറയുന്നു എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾ ഭയങ്കര പ്രവാചകന്മാരാണ്. മറ്റൊരു സഭ പറഞ്ഞു ഉപദേശത്തിൽ ഞങ്ങൾ ശക്തരാണ്. മറ്റൊരു സഭ പറഞ്ഞു ആത്മീകരെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ആത്മീകര്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന് കർത്താവിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ കർത്താവ് 1, 2, 3 എന്നും പറഞ്ഞ് നമ്പർ ഇട്ടങ്ങോട്ട് പറയാൻ തുടങ്ങി. സർദീസിലെ സഭയോട് പറയുന്നു, ഉണർന്നുകൊള്ളുക, നീ ഉറങ്ങുകയാണ്. ഇന്ന് പകൽ ഈ അന്തിമ കാലത്തേക്ക് എത്തി നിൽക്കുന്ന ഹല്ലേലൂയ ദൈവസഭയെ ഞാനും നിങ്ങളും ഉറങ്ങാനുള്ളവരല്ല, നമ്മൾ ഉണർന്നിരിക്കേണ്ടവരാണ്. നമ്മെ വിളിച്ചത് ഉണർന്നിരിക്കുവാനാണ്, നമ്മെ ഇറക്കിയത് ഉണർന്നിരിക്കുവാനാണ്. നമ്മൾ യാത്രയിൽ ഉറങ്ങാനുള്ളവരല്ല. We need to be hallelujah alive this morning. We need to be awakened hallelujah from our slumber and sleep. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുവാൻ സ്തോത്രം. കാരണം എന്താ? ദൈവം നോക്കിയപ്പം പ്രവൃത്തി നീതിയുള്ളതായി കണ്ടില്ല. ദൈവത്തിൻ്റെ അളവുകോല വിഷയം, മനുഷ്യൻ്റെ അളവുകോലല്ല. അടുത്ത വാക്യം പൗലോസ് പറയുകയാണ്, അപ്പം വിശ്വാസമാണ് ഇവിടെ വ്യാപരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് വാക്കുകൾ ചുരുക്കാം. 10-ാം വാക്യം വായിച്ചേ. 10-ാം വാക്യം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും. മതി. അവിടെ ഞാൻ ആ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ അതിന് കുത്തും കോമായി ഒന്നുമില്ല. ഒറ്റ പൗലോസിൻ്റെ പല എഴുത്തുകളും പ്രധാനപ്പെട്ട വിഷയം വരുമ്പോൾ പുള്ളിക്ക് പൗലോസിന് കുത്തും കോമയൊന്നും കാണത്തില്ല. അങ്ങ് വാചാലനാവുക. സ്തോത്രം. എഫെസ് ലേഖനത്തിലൊക്കെ നമ്മൾ കാണും ലോങ് സെൻറ്റൻസസാണ്. മലയാളം ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. കുത്തും കോമായി ഒന്നും ഇടാനുള്ള സമയമില്ല. കാരണം കർത്താവിനെക്കുറിച്ച് ആ ദൈവശക്തിയാൽ, ആത്മശക്തിയാൽ നിറയപ്പെട്ട് ഈ ദൂതിങ്ങനെ ദൈവസഭയോട് എഴുതുമ്പോൾ തനിക്ക് കുത്തിനും കോമയ്ക്കും ഒന്നും സമയമില്ലാത്തതുകൊണ്ട് ഒരൊറ്റ സെന്റൻസിൽ വലിച്ചു നീട്ടി ഹല്ലേലൂയ ആ ആവേശ തള്ളലിൽ ആത്മനിറവിൽ താൻ എഴുതുകയാണ്. എന്താ എഴുതുന്നത്? അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. ഞാൻ ആ ഭാഗം പിന്നീട് വരാം. ഇംഗ്ലീഷിൽ ഞാനത് എടുക്കുകയാണ്. ദാറ്റ് ഐ മേ നോ ഹിം. സ്തോത്രം. ഇതാണ് പ്രധാനപ്പെട്ട കാതലായ വിഷയം. അവനെ അറിയുക. എങ്ങനെ ഒരാളെ അറിയുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയുക. അപ്പം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അവൻ ഈ കർത്താവ് തരുന്ന നീതിയാണ് എന്നെ നിർത്തുന്നതെന്ന് ചിന്തിക്കണമെങ്കിൽ പോലും എന്ത് വേണമെന്നറിയാമോ? ഇത് വേണം, അവനെ അറിയണം. ശരിയല്ലേ? ഇഫ് ഐ നോ സംബഡി വെരി ക്ലോസ്, എത്ര ബിഗ് ക്രൗഡായാലും ആള് സംസാരിക്കുന്ന കേട്ടാൽ എനിക്ക് മനസ്സിലാകും ഇത് സോ ആൻഡ് സോ ആണ്. അല്ലെങ്കിൽ ആൾ നിൽക്കുന്ന കണ്ട ഏത് ക്രൗഡിലും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? വെരി ഈസി റെക്കഗ്നൈസ് ചെയ്യാം. പിന്നെ കാരണം എന്താ? നമുക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം പരിചയമുണ്ട്, നമുക്ക് ആ വ്യക്തിയുടെ ഇടപെടലുകൾ പരിചയമുണ്ട്, സമീപനം പരിചയമുണ്ട്, ആ വ്യക്തിയുടെ ഓരോ മൂവ്മെൻറ്റ്സും നമുക്ക് വളരെ പരിചയമുണ്ട്. അതുകൊണ്ട് എവിടെ എത്ര ക്രൗഡായാലും നമുക്ക് അറിയാം, എത്ര തള്ളിനകത്തും കണ്ടുപിടിക്കും. ആ അറിവാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആവശ്യം. മറ്ററിവുകളെല്ലാം ഫെയിലിയേഴ്സാണ്. അത് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവായിക്കോട്ടെ, കേട്ടറിവായിക്കോട്ടെ, ഈ ഹൃദയത്തിനകത്ത് സ്പർശിച്ചിട്ടുള്ള അറിവ്. ഈ പദം പൗലോസ് എടുക്കുന്നത് ഒരു വിവാഹ ബന്ധം, മാര്യേജ് റിലേഷൻഷിപ്പിനകത്തെ അറിവിനെ കുറിച്ചാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരു വാക്യം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം, 4:1. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ എന്താണെന്നറിയാമോ? ആഡം ന്യൂ ഈവ്. എബ്രായ ഭാഷയിൽ അതാണ് അറിവ് എന്ന് പറഞ്ഞാൽ. ദി ഇന്റിമേറ്റ് ക്ലോസസ്റ്റ് റിലേഷൻഷിപ്പ് ഇൻ എ ഫാമിലി ബോണ്ട്. ഒരു കുടുംബ ബന്ധത്തിനകത്തുള്ള അറിവ്. ന്യൂ ഐ നോ ഗോഡ് എന്ന് പറഞ്ഞാൽ അതാ അതിന്റെ അർത്ഥം. അതാ പൗലോസ് ഇവിടെ പറയുന്നത്. ഈ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഒരു പുരുഷൻ തന്റെ ഭാര്യയെ അറിയുന്നത് പോലെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ അറിയുന്നത് പോലെ, ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ അറിയുന്നത് പോലെ, ആ ക്ലോസസ്റ്റ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് we need to have with Jesus. യേശുവുമായിട്ട് ആ ബന്ധം ഉണ്ടാകുമ്പോഴാണ്
പറയാൻ കഴിയുക, ഐ ക്യാൻ ബി ഫൗണ്ട് ഇൻ ഹിം, അവനിൽ ഞാൻ കാണപ്പെടുമെന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. എത്ര പേർക്ക് ഈ പകൽക്കാലം അങ്ങനൊരു ബന്ധം ക്രിസ്തുവുമായിട്ടുണ്ട്? ഈ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്താ? കുടുംബ ബന്ധങ്ങളുടെ പ്രത്യേകത എന്താ? ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്താ? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി? നിങ്ങൾക്ക് ആർക്കും അറിയാം, നിങ്ങളാരും കല്യാണം കഴിച്ചവരല്ലേ? There is no permission for intruders. വഴി പോക്കൻ അതിനകത്ത് സാധനമില്ല. വഴിയെ പോകുന്നവന്. അതുകൊണ്ടാണല്ലോ കല്യാണം നടത്തുമ്പം പാസ്റ്റർമാർ പറഞ്ഞു വിടും, മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ. സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും എന്താ പറഞ്ഞു വിടുന്നത്? ഒന്നിച്ചായിരിക്കണം. മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. There is no place for divorce. ഡിവോഴ്സിന് സ്ഥാനമില്ല. കുടുംബത്തിനകത്ത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് കുഞ്ഞുങ്ങൾക്ക് പോലും അനാവശ്യമായ ഇടപെടലുകൾ അനുവദിച്ചുകൂടാ. There is no place for intruders. വഴിപോക്കന് അതിനകത്ത് സ്ഥാനമില്ല. ആ ബന്ധമാണ് ക്രിസ്തുവുമായിട്ട് സഭയ്ക്കുള്ള ബന്ധം, എനിക്കും നിങ്ങൾക്കുമുള്ള ബന്ധം. ഇന്ന് പകൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ആലയം വിട്ട് പുറത്തു പോകുന്നതിന് മുൻപേ, ഈ ആരാധന വിട്ട് മടങ്ങുന്നതിന് മുൻപേ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കണം. കർത്താവേ, ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ ആത്മബന്ധത്തിനകത്തേക്ക്, ഐ വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ യു, അങ്ങയിൽ ഞാൻ കാണപ്പെടേണ്ടതിന്, അങ്ങയിൽ ഞാൻ ഇരിക്കേണ്ടതിന്, അങ്ങയിൽ ഞാൻ ആകേണ്ടതിന്. ഓ ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് പകൽ പ്രാർത്ഥിക്കും? ഒരു പക്ഷേ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് ലഭിച്ച അറിവുകൾ പരിമിതമാണ്. പലപ്പോഴായി ശത്രുവിന്റെ തന്ത്രങ്ങൾ ആ അറിവിൽ നിന്ന് നിങ്ങളെ അകറ്റുവാൻ പിശാചൊരു വഴിപോക്കനെ പോലെ നിങ്ങളുടെ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, കുടുംബ ബന്ധത്തിനകത്ത് പിശാചൊരു വഴിപോക്കനെ പോലെ കണ്ണു നട്ട് പരതി പാർത്തിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, കുടുംബങ്ങളെ, സഭയെ, ഹല്ലേലൂയ, ദൈവ മക്കളെ, ഈ പകൽക്കാലം, ഹല്ലേലൂയ, proclaim and say that intruders have no place. ശത്രുവിന് ഈ ബന്ധത്തിനകത്ത് സ്ഥാനമില്ല. അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞത്, ഹല്ലേലൂയ, കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ, ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. സഭയെ, ദൈവമക്കളെ, ഹല്ലേലൂയ, ആത്മീകരെ, സഹോദര സഹോദരി, നിന്നെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക്, ആ ക്ലോസസ്റ്റ് റിലേഷൻഷിപ്പിൽ, ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് പൗലോസ് പറയുകയാണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ, ഒരപ്പനെ പോലെ, ഹല്ലേലൂയ, ആത്മീകരാകുന്ന നിങ്ങളെ ഞാൻ ക്രിസ്തുവുമായിട്ട് വിവാഹ നിശ്ചയത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുത്തിയിരിക്കുകയാ. അതിനകത്ത് നിന്ന് വെറുതെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഈ പകൽക്കാലം, ഡു യു വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ ഹിം? നിങ്ങൾക്ക് അവനിലാകുവാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് അവനിൽ ഇരിക്കുവാൻ താല്പര്യമുണ്ടോ? ഇന്ന് പകൽക്കാലം മറ്റാരോടും ചോദിക്കണ്ട, അടുത്തിരിക്കുന്നവരോട് ചോദിക്കണ്ട. അത് ഭാര്യയായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ. വുഡ് യു ആസ്ക് യുവർസെൽഫ്? നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുമോ, യേശുവേ, അങ്ങയുമായുള്ള ബന്ധം എൻ്റെ ഏത് നിലയിലാ, ഏത് ലെവലിലാ? സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, എനിക്ക് എത്ര നഷ്ടം വന്നാലും, എനിക്ക് ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും, എനിക്ക് സ്വന്തമായിട്ടൊന്നും എടുക്കാനും പറയാനും ഇല്ലെങ്കിലും, ഐ വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ യു. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ അങ്ങയിൽ കാണണമേ, അങ്ങ് എന്നിൽ കാണണമേ, അങ്ങയുടെ വാസം, അങ്ങയുടെ അങ്ങയുമായിട്ടുള്ള ആ നിത്യബന്ധം ഊഷ്മളമാകുവാൻ, അത് ഊട്ടി ഉറപ്പിക്കപ്പെടുവാൻ, അതിനകത്ത് വഴിപോക്കർക്ക് യാതൊരു സ്ഥാനവുമില്ല, അതിനകത്ത് വഴിപോക്കർക്ക് യാതൊരു, ഹല്ലേലൂയ, പ്രസക്തിയുമില്ല എന്ന് ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ? ശത്രു പലപ്പോഴായി നമ്മെ എടുത്തു കാട്ടുവാൻ, ഈ ആത്മബന്ധത്തിൽ നിന്ന്, ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, ഹല്ലേലൂയ, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ നിന്ന്, ഈ വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് നമ്മെ വലിച്ചകറ്റാൻ ശത്രു ശ്രമിക്കുമ്പോൾ, ഈ പകൽക്കാലം, വുഡ് യു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് പ്രേ ടു ഗോഡ്? എത്ര പേര് പ്രാർത്ഥിക്കും ഇന്ന് പകൽ? എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, ഐ വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ യു, എനിക്ക് അങ്ങയിൽ കാണപ്പെടണം. അതിന് എന്നെ ജീവിതത്തിൽ എനിക്ക് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇന്ന് പകൽ അതെല്ലാം എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ വീണ്ടും എന്നെ കഴുകണമേ, അങ്ങയുടെ വചനത്തിന് മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.